മക്കളെ അപ്പോൾ നമ്മൾ പോളിഗണൽ പാത്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗാമ ഡിഫൈൻ ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ ഗാമ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഗാമ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഗാമയുടെ ടേംസിലാണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഗാമ യൂസ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ഗാമ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ടി കെ മൈനസ് വൺ ടി കെ മൈനസ് ടി ഗാമ ഓഫ് ടി കെ മൈനസ് വൺ പ്ലസ് ടി മൈനസ് ടി ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ ആയിട്ടാണ് അത് വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ മൊത്തം ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പോളിഗണൽ പാത്ത് ആയിരിക്കും. അതാണ് ഗാമ ഓഫ് ടി ട്രേസസ് ഔട്ട് ദി സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഫ്രം ഇതെന്ന് പറയുന്നത് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ മുതൽ ഗാമ ഓഫ് ടി കെ വരെയുള്ള ഒരു ലൈൻ സെഗ്മെന്റ്. അതായത് ഞാൻ ഇപ്പം കാണിച്ചില്ലേ, അതായത് ഓരോരോ പാർട്ടായിട്ട്. അപ്പൊ ഇവിടെ ഇന്റർവെല്ലിന് ഇവിടെ ഗാമയുടെ ഡൊമൈൻ ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. T0, T1, T2 അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയെ നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓരോ സബ് ഇന്റർവെല്ലിലുമുള്ള സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് കിട്ടും. അതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പോളിഗണൽ പാത്ത് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഇത് ടി കെ മൈനസ് വൺ, ഇത് ഈ സംഭവം റെപ്രസെന്റ് ടി കെ മൈനസ് വൺ ടി കെ ഇതിലുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇത് ടി കെ മൈനസ് വൺ ടി കെ ആയിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ടി കെ മൈനസ് വൺ ടി കെയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമയുടെ ട്രേസ് അതല്ലെങ്കിൽ ഇമേജ് ആണ് ഇതെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു പോളിഗണൽ ലൈൻ സെഗ്മെന്റ് കിട്ടും. ഇതുവരെ നമുക്കതിനെ റീപ്ലേസ് ചെയ്ത് ഈ ഭാഗത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. പറഞ്ഞ മനസ്സിലായി? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രേസസ് ഔട്ട് ദി സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഇൻ ബിറ്റ്വീൻ ഗാമ ഓഫ് ടി കെ മൈനസ് വൺ ആൻഡ് ഗാമ ഓഫ് ടി കെ. അപ്പോൾ ഗാമയുടെ അത്രയും പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈൻ സെഗ്മെന്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ പോർഷനെയും നമ്മൾ ലൈൻ സെഗ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടാണ് വി കൺസ്ട്രക്ട് ദി പോളിഗണൽ പാത്ത്. സോ വി ഡിഫൈൻ യുവർ ഗാമ ഇൻ സച്ച് എ വേ. ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഇൻ ബിറ്റ്വീൻ ഗാമ ഓഫ് ടി കെ ആൻഡ് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഗാമ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് എ പോളിഗണൽ പാത്ത് ഇൻ ജി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ഓരോ സബ് ഇന്റർവെല്ലിലും നമ്മൾ ലൈൻ സെഗ്മെന്റ് വെച്ച് സ്മോൾ ലെറ്റർ ഗാമയുടെ പോർഷനെ റീപ്ലേസ് ചെയ്യുന്നു, ഞാനിപ്പോൾ കാണിച്ച പോലെ കേട്ടോ. അപ്പോൾ ഇനി നോക്കുന്ന വി നോ ദാറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഗാമ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് സ്മോൾ ലെറ്റർ ഗാമ. സോ നിങ്ങൾ നേരത്തെ സ്മോൾ ലെറ്റർ ഗാമയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി ലെസ് ദാൻ ഡെൽറ്റ whenever modulus of s minus t modulus of s and t lies in between tk minus 1 and tk. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഈ ഗാമ യൂസ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഗാമ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ സ്മോൾ ലെറ്റർ ഗാമയ്ക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നോക്കൂ, മോഡുലസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഗാമ ഓഫ് ടി. അപ്പോൾ ടി എടുക്കുന്നത് സ്പെസിഫിക് ആയിരിക്കണം. ടി എടുക്കുന്നത് എവിടെ നിന്നായിരിക്കണം? ടി കെ മൈനസ് വണ്ണിൻ്റെയും ടി കെയുടെയും ഇടയിൽ നിന്നായിരിക്കണം ടി എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു സ്മോൾ ലെറ്റർ ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കണ്ടു. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഗാമ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് സ്മോൾ ലെറ്റർ ഗാമയ്ക്ക് അത് ട്രൂ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഗാമ ഓഫ് ടി മൈനസ് സ്മോൾ ലെറ്റർ ഗാമ ഓഫ് ടോക്കെ ഈസ് ഓൾസോ ലൈസ് ബിറ്റ്വീൻ ടി കെ മൈനസ് വൺ ആൻഡ് ടി കെ. ഓക്കെ, ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത്, പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നോക്കൂ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളൊരു പോളിഗണൽ പാത്ത് ആദ്യത്തെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒരു ഓപ്പൺ ജി എന്ന് പറയുന്ന കേസ് വണ്ണിലെ ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിന് നമ്മൾ ഓപ്പൺ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് പക്ഷേ ആർബിട്രറി ഓപ്പൺ സെറ്റിന്റെ കേസിലാണേ. അപ്പോൾ ഞാനത് കേസ് വണ്ണ് ഓപ്പൺ ഡിസ്ക് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ജനറലായിട്ട് കേസ് ടൂവിൽ ഇതുണ്ടോ ജി ഇസ് ആൻ ആർബിട്രറി ഓപ്പൺ സെറ്റ്. കേസ് ടൂവിൽ നമ്മളത് പ്രൂവ് ചെയ്യും ബൈ യൂസിങ് കേസ് വണ്ണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോളിഗണൽ പാത്ത് ജിക്കകത്ത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ ഗാമ. ഇനി നമ്മുടെ എയിം എന്താ? അയാൾക്ക് വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും തന്നിട്ടുള്ള റെക്ടിഫയബിൾ പാത്ത് സ്മോൾ ലെറ്റർ ഗാമയ്ക്ക് വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ ഓവർ ഗാമ, ലൈൻ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ്, ഇവിടെ ഗാമയാണ്. അപ്പോൾ എന്താ വരിക? അവിടെ സ്മോൾ ലെറ്റർ ഗാമയാവുന്ന സമയത്ത് എഫ് ഓഫ് സ്മോൾ ലെറ്റർ ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി. അതൊക്കെ നമ്മൾ ഡെഫിനിഷനൊക്കെ നോക്കിയിട്ടുള്ളതാണ്, പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ ഗാമ ഇത് അപ്ലൈ ചെയ്യുക.
ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി. ഗാമ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എ ടു ബി, ഇതിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ, ഓരോ സബ് ഇന്റർവെല്ലിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് സം എടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്റഗ്രൽ ഓവർ സമ്മേഷൻ കെ ഈസ്, അതും ഇന്റഗ്രൽ എന്തോ ഇന്റർചേഞ്ച് ചെയ്തു, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സമ്മേഷനും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഇത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. ഇന്റഗ്രൽ ടി കെ മൈനസ് വൺ, ഇന്റഗ്രൽ ടി കെ മൈനസ് വൺ ടു ടി കെ. ഒരു മിനിറ്റ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. അതിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n ഇന്റഗ്രൽ ടി കെ മൈനസ് 1 to ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഗാമ ഓഫ് ഡാഷ് ഡെറിവേറ്റീവ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി കെ മൈനസ് ടി കെ മൈനസ് 1. സമ്മേഷനും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്തു. കിട്ടിയോ? ഇത് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ വരുന്നത്. അപ്പോൾ ബാക്കി പുറത്തോട്ടെടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ, അത് നിങ്ങൾ നോക്കിയാൽ മതി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് എന്താ കിട്ടണം എന്നുള്ളത് മനസ്സിലായി അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ ഗാമ സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എഫ് എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് ഇന്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എഫ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയാൽ മതി. എപ്സിലോൺ ആർബിട്രറി പോസിറ്റീവ്, വെരി സ്മോൾ പോസിറ്റീവ് ആർബിട്രറി ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കൂ, മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് ഇന്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എഫ് എന്തെന്നാ വരുന്നത്? നിങ്ങൾക്ക് ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു തിയറത്തിൽ നിന്ന് വരുന്നൊരു സാധനമാണ് കേട്ടോ. തിയറത്തിൻ്റെ കൺക്ലൂഷനാണ് ഇത്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ് ഇത്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ടേം ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത്? ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ലെസ് ദൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് ആ ടേം ഇങ്ങോട്ട് എടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് ഇതാണ്. മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് സെറ്റ് കെ ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലേ? നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ആണ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ എഫിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ടേം ആഡ് ചെയ്യുക, രണ്ട് സൈഡ് മോഡുലസ് ഓഫ് ദിസ് ടേം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരുന്നു? അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ്, അല്ലെങ്കിൽ ഇതൊന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് ദിസ് വരും. ടേം. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എപ്സിലോൺ പ്ലസ് ഈ ടേം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ടേം. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഒന്ന് മനസ്സിലാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. എപ്സിലോൺ പ്ലസ് ഈ ടേം വന്നു. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ പ്ലസ്, ദിസ് ഇസ് ഈക്വൽ ടു അല്ല, ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് ഈ ടേം, എപ്സിലോൺ പ്ലസ് മോഡുലസ് ഓഫ് ദിസ്. പിന്നെ ഇത് അതുപോലെ തന്നെ എഴുതി, മൈനസ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇതിന് പകരം ഇത്രയും ടേം വന്നു, ബാക്കി അതുപോലെ തന്നെ എഴുതി. ഇനി എന്താ ചെയ്യുക? നമ്മൾക്ക് ഇനി ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? അതാ ഇവിടെ തന്നിട്ടുണ്ട്. കിട്ടിയോ? അപ്പോൾ ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ കോമൺ എടുക്കാം. നമുക്ക് ആര് കോമൺ എടുക്കാം? മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1
ഇവിടെ ഒരാൾ നോക്കൂ, ഇതെന്ന് പറയുന്ന ഈ ആളാണ് വന്നിട്ടുള്ളത്, ടി കെ മൈനസ് 1 ഇൻവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. എന്താ അങ്ങനെ നോക്കൂ, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എഫ് ഓഫ് ഗാമ ഓഫ് ടി. ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റഗ്രൽ വന്നു അല്ലേ, ഇവിടെ ഇൻ്റഗ്രൽ ഉണ്ട്, പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഇൻ്റഗ്രൽ ഇല്ല. അപ്പോൾ ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്ത് എന്താ ആക്ച്വലി ഇൻ്റഗ്രൽ എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഡി ടി എന്ന് പറയുന്നത് എന്താ, ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഡി ടി എന്ന് പറയുമ്പോൾ ഇത് പുറത്തോട്ട് എടുക്കുക. എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ടി വിതിൻ ദി ലിമിറ്റ് ടി കെ മൈനസ് 1 ടി കെ വരും. അപ്പോൾ ഇവിടെ ഒരു ടേം അഡീഷണൽ ആയിട്ട് വരും. എന്ത് ടേം അഡീഷണൽ ആയിട്ട് വരും? ടി കെ മൈനസ് 1. ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ടേം അഡീഷണൽ ആയിട്ട് വരുന്ന ടേം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി കെ മൈനസ് 1 എന്ന് പറയുന്ന ടേം നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ എന്ത് വരും? അപ്പോൾ പ്ലസ് സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ എന്തെന്ന് വരും? എഫ് ഓഫ് ഗാമ ഓഫ് ടി. അപ്പോൾ ഇവിടെ ഇത് ഇൻ്റഗ്രലിനകത്ത് പോകണമെങ്കിൽ എന്ത് വേണം? ഇൻ്റഗ്രലിനകത്ത് പോകണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ടേം വരുന്നുണ്ട്, ടി കെ മൈനസ് 1 ടി കെ മൈനസ് 1. നോക്കൂ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻ്റഗ്രലിൻ്റെ അകത്തേക്ക് എടുക്കണമെങ്കിൽ ആക്ച്വലി ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഡി ടി ഇതാണല്ലോ ഉള്ളത്. ഇത് ഇൻ്റഗ്രൽ ഏത് ഇൻ്റഗ്രലാണ്? ടി കെ മൈനസ് 1 ടി കെയുടെ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇൻ്റഗ്രൽ ഇല്ല. ഇവിടെ ഇൻ്റഗ്രൽ ഇല്ല. പക്ഷെ ഇവിടെ കോമൺ എടുക്കുന്ന സമയത്ത് നോക്കൂ, ഇയാളെയും ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് അയാൾ എടുക്കണമെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? എഫ് ഓഫ് ഇത് പുറത്തോട്ട് എടുത്തു, എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ടി ഇൻ്റഗ്രൽ ഡി ടി വരും, ടി കെ മൈനസ് 1 ടി കെ അല്ലേ. ഇതെന്നാ വരുന്നത്? എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ. ഇതെന്ത് വരും? ടി കെ മൈനസ്, നമുക്കൊരു ടേം വരണ കണ്ടോ എക്സ്ട്രാ, ടി കെ മൈനസ് 1 കിട്ടിയോ? അപ്പോൾ നോക്കൂ, ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് വരണമെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഈ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് വരണമെങ്കിൽ ഇയാളുടെ കൂടെ വരണം, എങ്കിൽ മാത്രമേ ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിൽ ഈ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ടി കെ മൈനസ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ അതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഇനി ഈ ടേം ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ടി കെ മൈനസ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ എന്നായിട്ട് മാറും. ബാക്കി എക്സ്ട്രാ ഒരു ടേം ഇവിടെ വന്നില്ലേ? അപ്പോൾ നമ്മൾ ഇത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനോട് കൂടെ ടി കെ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇയാൾ ബാക്കി വരും. ആ ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിവിടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കോമൺ എടുക്കുന്നു. അതാണ് ടി കെ ഹോൾ ഡിവൈഡഡ് ബൈ ടി കെ മൈനസ് 1 എന്ന് പറയുന്നത്. മേലോട്ട് എടുക്കുമ്പോൾ ഹോൾ റൈസ് ടു -1 വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാര്യം, ഇയാളെ ഇൻ്റഗ്രലിനകത്തോട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതിനെ ഇൻ്റഗ്രൽ സൈനകത്തോട്ട് എടുക്കണമെങ്കിൽ ഇയാളുടെ കൂടെ ഇതും കൂടെ വരണം. പക്ഷെ ആക്ച്വലി ഇവിടെ അതില്ല. ഇവിടെ ടേം എഫ് ഓഫ് ഗാമ ഓഫ് ഇവിടെ അതില്ല. പറഞ്ഞാൽ മനസ്സിലായി? ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ഇൻ്റഗ്രൽ സൈൻ ഇല്ലല്ലോ. പക്ഷേ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻ്റഗ്രൽ സൈൻ ഉണ്ട്. അപ്പോൾ ഇതിനെയും കൂടെ ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് നമ്മൾ എടുക്കണമെങ്കിൽ അയാളുടെ കൂടെ ആരും കൂടെ ഉണ്ടാവണം, ഇതും കൂടെ ഉണ്ടാവണം. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതല്ലേ വരുന്നത്. പക്ഷേ ആക്ച്വലി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ ഇതില്ല.
ഏതില്ല, ടി കെ മൈനസ് 1 ഇല്ല. അപ്പോൾ ഇത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടി കെ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ആൾ അവിടെ കിടക്കുന്നുണ്ട്. ബാക്കി ഇയാളെ മൊത്തം ഇയാളുടെ കൂടെയുള്ള ടി കെ മൈനസ് 1 എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് എടുത്തു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേം വന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ? അപ്പോൾ എന്താ വരുന്നത്? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ഗാമ എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ലെസ് ദൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈ എപ്സിലോൺ പ്ലസ് എന്താ വരിക? വീണ്ടും ഒരു എപ്സിലോൺ വന്നിട്ടുണ്ട്. അതെങ്ങനെ ഒരു എപ്സിലോൺ വന്നത്? വീണ്ടും ഒരു എപ്സിലോൺ വരാൻ കാര്യം ഇവിടെ നമുക്കറിയാം ഗാമ ഓഫ് ടി, മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അറിയാലോ. അപ്പോൾ മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ ടോക്കെ ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഒരു എപ്സിലോണും കൂടെ വന്നു. മനസ്സിലായി? അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇൻ്റഗ്രൽ ടി കെ -1 ടി കെ എപ്സിലോൺ ഇൻറ്റു ഡി ടി വരും. കിട്ടിയോ? ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ടി വിതിൻ ദി ലിമിറ്റ് വീണ്ടും ഒരു ടി കെ -1 വരും. അതും ഇതും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എപ്സിലോൺ ഇൻറ്റു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ -1 മാത്രമേ ഉള്ളൂ. കിട്ടിയോ? അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇനി വിച്ച് ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ പുറത്തോട്ടെടുത്തു 1 പ്ലസ് ഇതെന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ സുപ്രീമമാണ്. സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് അതിൻ്റെ സുപ്രീമമാണ് ദ ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ എന്ന് പറയുന്നത്. ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ. അപ്പോൾ സുപ്രീമം എന്തായാലും ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ വിച്ച് ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു 1 പ്ലസ് വി ഓഫ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ഗാമ. എപ്സിലോൺ ആർബിട്രറി ആണെന്നറിയാം, വെരി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നറിയാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എഫ്. അതായത് ഏതൊരു ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും വി ക്യാൻ റീപ്ലേസ് ദാറ്റ് ആർക്ക് ബൈ എ പോളിഗണൽ. ഏതൊരു ആർക്കല്ല റെക്ടിഫയബിളും അതുപോലെ ആർക്ക് ലൈ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിനകത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ replace that arc by a polygonal path and we can very easily integrate the function by using the polygonal path. ഓക്കെ, പോളിഗണൽ പാത്ത് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ. സോ ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കേസ് 1 നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി കേസ് 2 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേസ് 1 എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താണ്? ജി എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ തിയറത്തിനകത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ലെമ്മയ്ക്കകത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ജി ഒരു ഓപ്പൺ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ജി ഇസ് ആൻ ആർബിട്രറി ഓപ്പൺ സെറ്റ് എന്ന് എടുത്തു. കിട്ടിയോ? അപ്പോൾ എന്താണ് ഗാമ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ തന്നെയാണ്, കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് ആണെങ്കിൽ ട്രേസ് ഓഫ് ഗാമ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു 6 കണ്ടുപിടിക്കാൻ പറ്റും. ആ 6 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ്, 2 സെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞിട്ടുള്ളതിന് ട്രേസ് ഓഫ് ഗാമയും ബൗണ്ടറി ഓഫ് ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിട്ടുള്ളൊരു 6 നമ്മൾ എടുക്കുന്നു. ഇനി നമ്മൾ ആ 6ഉം ഗാമയുടെ യൂണിഫോം കണ്ടിന്യൂറ്റി, ഗാമ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ആ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എപ്സിലോണിന് പകരം എന്തെടുത്തു? 6 എടുത്തു. അതേപോലെ പാർട്ടീഷൻ കൺസിഡർ ചെയ്തു. പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗാമ കെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കിട്ടിയോ? ഗാമ കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഗാമ കെ, അതായത് ഓരോ ലൈൻ സെഗ്മെന്റും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഗാമ കെ എന്ന് പറയുന്നത് ടി കെ -1 ടു ടി കെ ജി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ ട്രേസ് എടുക്കുന്നു, അതിൻ്റെ റേഞ്ച് സെറ്റ് എടുക്കുന്നു. ആ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് നോക്കൂ, ഗാമ കെ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് ടി, ഗാമയായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പറയുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ബോളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുമല്ലോ, ഈ ഓപ്പൺ ബോളിനകത്ത്. അപ്പോൾ വീണ്ടും ഒരു ഓപ്പൺ ബോൾ കിട്ടി നിങ്ങൾക്ക്. അപ്പോൾ ഓപ്പൺ ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ ഒരു ഓപ്പൺ ബോളിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തത് അതിനെ. നിങ്ങൾക്കിപ്പോൾ ഗാമ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനകത്തൊരു ആർക്കാണ്. അതിന് നമ്മൾ എന്താക്കി മാറ്റി? അതിൻ്റെ ഓരോ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഓരോ പോർഷൻ എന്ന് പറയുമ്പോൾ ഗാമ കെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ
ഇപ്പം നിങ്ങൾ ഒരു ഓപ്പൺ സെറ്റ്, ഇപ്പം ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റാണെന്ന് വിചാരിക്കുക. ആ ജിക്കകത്ത് നിങ്ങളുടെ ഗാമ കിടക്കുന്നു. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഗാമയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഇത് സ്മോൾ ലെറ്റർ ഗാമയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ചെറിയ പോർഷനും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പൺ ഡിസ്കുകൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കേസ് 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാ കണ്ടോ, ഗാമ കെ ചെറിയ ഇന്റർവെൽ ടി കെ -1 ടു ടി കെ ജി ഇസ് ഡിഫൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഗാമ കെ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് ടി ആവുന്ന രീതിയിൽ. ഇമേജ് മാറാൻ പറ്റില്ലല്ലോ. ഇമേജ് മാറുമ്പോൾ ഗാമയുടെ ഭാഗമായിട്ട് ഭാഗമല്ലാതായി മാറില്ലേ. അപ്പോൾ ഗാമ കെ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്, ആ ഇമേജ് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഓപ്പൺ ബോള് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്പൺ ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? കേസ് 1 അപ്ലൈ ചെയ്യാം. കേസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗാമ ലൈൻ സെഗ്മെന്റ് കിട്ടും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. കണ്ടോ, ഇത് ഈ ഒരു ചെറിയ പോർഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഗാമ കെ എന്ന് പറയുന്നത്. ഇപ്പോൾ ടി കെ -1 ടു ടി കെ ആണെങ്കിൽ ഇവിടെ ഗാമ കെ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുന്നു. ഓപ്പൺ ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ തിയറം കേസ് 1 പ്രകാരം ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. ആ ലൈൻ സെഗ്മെന്റ് ഗാമ കെ. അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വേറെ ഇത് ഗാമ കെ ആണെങ്കിൽ ഇവിടെ ഗാമ കെ +1 എന്തെങ്കിലും കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോ ലൈൻ സെഗ്മെന്റ് ക്യാപിറ്റൽ ലെറ്റർ ഗാമ കെ കിട്ടും. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും നോക്കൂ, ഗാമ കെ ഓഫ് ടി കെ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഗാമ കെ ഓഫ് ടി കെ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് ഇതെന്ന് പറയുന്നത് <n ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഗാമ, ഈ ചെറിയ ഇൻ്റർവെലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി ഈ ക്യാപിറ്റൽ ടോട്ടൽ പോളിഗണൽ പാത്ത് എങ്ങനെയാണ് കിട്ടുക? ഇതെല്ലാം കൂടെ സം ചെയ്താൽ മതി അല്ലേ? ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ ലെറ്റർ ഗാമ കിട്ടും. അപ്പോൾ ഇവിടെ ഓരോ പോർഷനെ ആയിട്ട് ഇവിടെ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ഈ സ്മോൾ ലെറ്റർ ഗാമയുടെ ഒരു പോർഷൻ എടുക്കുന്നു. ആ പോർഷൻ, അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഗാമ കെ, ടി കെ -1 ടു ടി കെ ആണ് വരുന്നത്. ഇനി അടുത്ത് ടി കെ ടു ടി കെ +1 ആവുമ്പോൾ ഗാമ കെ +1 വരും. ഇനി ടി കെ +1 ടു ടി കെ +2 ആവുമ്പോൾ ഗാമ കെ +2 വരും. അപ്പോൾ ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ബോളുകൾ വരും. അതിനെല്ലാം ഓപ്പൺ ബോൾ ഉണ്ടെങ്കിൽ കേസ് 1 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഗാമ കെ +1 ഗാമ കെ +2 കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്റർ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ കേസ് 1 യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു ഓപ്പൺ സെറ്റിന്റെ കേസിൽ കേസ് 1 യൂസ് ചെയ്തിട്ട് ഏതൊരു ഓപ്പൺ സെറ്റിനകത്ത് ഒരു ആർക്ക് തന്നു കഴിഞ്ഞാൽ, റെക്ടിഫയബിൾ ആർക്ക് തന്നു കഴിഞ്ഞാൽ